കുടിച്ചാ. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു വൈബ്സ്. അപ്പോൾ ഞാൻ ഉണ്ട്, അതുണ്ട്, അതിമോനുണ്ട്, ഷെബുണ്ട്. അപ്പൊ നമ്മളെ ദമാമിലെ സൗദിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കോബാറിലെ ദഹറാനിലെ ഐക്കിക്കാട്ട് നമ്മൾ പോണത്. ഇവിടുത്തെ സൗദികളെ വീടൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം മനോഹരമാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം ഐക്യ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. സൗദിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഐക്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കിച്ചൺ ആണെങ്കിൽ നമ്മൾ കരുതണമെന്നുണ്ടെങ്കിൽ ആ കിച്ചൺ അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. റൂമാണെന്നുണ്ടെങ്കിൽ റൂം അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഇനി കുട്ടികളുടെ റൂമാണെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പോരാനല്ലോ ഷെബുട്ടിയെ. ഓരോ സാധനത്തിനും നമ്പറുകൾ ഇട്ട് വെച്ചേക്കും കേട്ടോ. ഓരോ കോഡ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളെ നാട്ടില് ഷെബുവിന്റെ വീട്ടിലാണെങ്കിലും ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഐക്യന്ന് കൊണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ, കാരണം നല്ല ക്വാളിറ്റി ആയിരിക്കും ഐക്യയിലത്തെ മെറ്റീരിയൽസിന് അല്ലേ. അപ്പൊ അവിടേക്കാണ് പോണത്. കാരണം നമുക്ക് 2-3 ഐറ്റംസ് വാങ്ങാനും ഉണ്ട്. കൂട്ടത്തിൽ ഇന്ന് ഐക്യ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ മൊത്തമായിട്ട് കാണിച്ചു കേട്ടോ. കാരണം ഓഫീസ് റൂമിൽ ഐറ്റംസ് ഉണ്ടാവും, എല്ലാതും അല്ലേ. എന്താണോ നമുക്കൊരു വീടിന്റെ ഉള്ളിലേക്ക് വേണ്ടത് അത് അവിടെ ഉണ്ടാവും. ഇനി ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ, A to Z ഒരു ലോകം തന്നെയാണ് കോബാറിൽ ഐക്യ എന്ന് പറഞ്ഞാല്. അപ്പോൾ എല്ലാവരും അത് ദഹറാനിൽ ഐക്യ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഐക്യയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ട. നമ്മളെ നാട്ടിലും വേറെ എവിടെയും ഉണ്ട് അല്ലേ, ബാംഗ്ലൂരോ അവിടെ എവിടെയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അത് ഐക്യയിൽ ഇതിന്റെ മുന്നേ പോയാലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ട എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഐക്യ ഡൽഹിയിൽ എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ സൗദിയിൽ നമുക്ക് പിന്നെ അടുത്താണ്. അപ്പൊ നമ്മൾ അവിടേക്കാണ് ഇപ്പൊ പോണത്. അപ്പൊ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കോബാർ ദഹറാനിലെ ഐക്യ. അപ്പൊ ഈ കാണുന്ന ലോകമാണ് കേട്ടോ ഐക്യ. നമ്മളിവിടെ എത്തിയപ്പോഴേക്കിന് അതിമോൻ ഉറങ്ങി, ആദമോ ഉറങ്ങി, ഒക്കെ ഉറങ്ങി ആക്കണേ. അല്ലാ, നീച്ചിരിക്കണൊക്കെ ഉറങ്ങിയാണ്ട് ഒരാള്. അന്നച്ച് ഉറങ്ങിയതല്ലേ കുഞ്ഞാ, എൻ്റെ ഇപ്പം നീച്ചേ ഉറങ്ങിയ ആളാട്ടോ പോയി നീച്ചിരിക്കണേ. നമ്മളെ ഐക്യ. ഇനി ബാക്കിയൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ സമയം എന്ന് പറയുന്നത് 4:38 കണ്ടോ. പക്ഷെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടടി. വെള്ളം പിന്നെ എന്താണിത്, വണ്ടി കഴിക്കാതായിരിക്കും അല്ലേ, ക്ലീൻ ചെയ്തായിരിക്കും. വാ, നല്ല കാലാവസ്ഥ കേട്ടോ. എന്തായാലും വിളിച്ചത് മുട്ടായി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാങ്ങാം കേട്ടോ. ട്രോളി ഉണ്ടായത് കൊണ്ട് നമ്മൾ ലിഫ്റ്റിൽ കയറണം. തുണി ഷോപ്പ് കയറി പോയിട്ടുണ്ടല്ലേ. അത് കബോർഡ് തിരിച്ച് കടി ഡിസൈൻ ആണ്. കബോർഡിൽ ഹാങ്ങിങ് ചെയ്ത് വെച്ച മാതിരി ഉണ്ടല്ലേ. ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോ നമ്മളൊരു വീട്ടിലേക്ക് ഇറങ്ങണ മാതിരിയാക്കരം. കണ്ടോ, ഇതൊരു ബെഡ്റൂമിലേക്ക് കയറി ചെന്ന മാതിരിയില്ല. അപ്പോൾ ഇത് നമ്മളൊരു വീട്ടിലെ ഒരു ഓഫീസ് റൂമൊക്കെയല്ല, വിസിറ്റിംഗ് റൂമിൽ കയറിയ മാതിരില്ലേ. യെസ്, TV ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. യെസ്, ഇത്
ഒരു വീട്ടിലത്തെ ഡൈനിങ് ഹാള്. ഫോട്ടോകളൊക്കെ ഇതൊക്കെ ആരെ ഫോട്ടോസൊന്നും ആവുമല്ലോ ഷെബു. ചെറിയ സോഫയിലിരുന്ന കുഞ്ഞാ, എനിക്ക് ഇഷ്ടമായി നോക്കട്ടെ ഈ ചെറിയ സോഫ. മറ്റോ എന്താണോ കിടക്കണേ ഇരുന്ന ഷെബു. ഇനി ടി വി ഇരുന്ന് കണ്ടോ? യെസ് നോക്കണേ. നമുക്കിത് ഇരിക്കുക ഒക്കെ ചെയ്യട്ടോ, അതിനൊന്നും ഒരു പ്രോബ്ലം അല്ല. ഒരുപാട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ ഉണ്ടാവും കേട്ടോ ഇവിടെ. നമ്മൾ ഷെബുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയ ലൈറ്റ് ഇവിടെ കാണുകയാണെങ്കിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നടക്കടി പോയോക്കെ ഞങ്ങട്ട് വാ. സെറ്റല്ലേ? സെറ്റല്ലേ പപ്പാൻ്റെ പൊന്ന്? അന്ത വിട്ടിക്കാണ് ഉറങ്ങിയാണ്ട് പെട്ടെന്ന് എണീറ്റിക്കാണ്. നടക്ക. നമ്മളെ റയന മാമിൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം, ഈ സെയിം യെല്ലോ ചെയർ അവിടെ റയന മാമിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്കിന്ന് കൊണ്ടുപോയത് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്കൊരു ഷെബു റയന മാമിൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ചെയർ ഞാൻ അന്ന് കാണിച്ചില്ലേ, ആ ചെയറാണ് ഇപ്പോൾ ഞാൻ നോക്കണത് കേട്ടോ. അതിപ്പോൾ കാണുന്നില്ല, അത് ഇവിടെ തന്നെ ഇട്ടിരുന്നു. അത് ഓല ഐക്കിന്ന് വാങ്ങിയതാണ്. ഇത് എൻ്റെ ആദ്യം അതിമോനും ബെൽറ്റായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ ഷെബു നമുക്ക്. ഡബിൾ ടക്കർ അല്ലേ, അങ്ങനെയല്ലേ പറയാം, ഡബിൾ ടക്കർ. ഇത് നമ്മളിപ്പോൾ ഒരു റൂമിൽ കൂടി ഇങ്ങനെ ഹാളിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ഉണ്ടോ. ആ ബെഡ്റൂമിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമത്തെ ബെഡ്, സെൽഫ് അല്ലേ. നമുക്ക് ഷെബുട്ടിയെ നമുക്കൊരു വീട്ടിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ മാറും അല്ലേ, എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ. കാരണം ഉണ്ടോ, ഒരു ഇത്ര പോകുന്നൊരു ബെഡ്റൂമിൽ സ്പേസിൽ ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിററിങ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഷെബ് ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ടുള്ള കിച്ചണിൽ കയറിയ കേട്ടോ. എന്തായാലും ചായ ഉണ്ടാക്കാനാ പറഞ്ഞാൽ മതി, ചായ ആൾക്കാരോട് പറഞ്ഞാൽ മതി, അവരുണ്ടായി തരും. കണ്ടോ വെള്ളത്തിൻ്റെ പേരോടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ചെറുത് എന്താടി ഷെബ് എന്തായാലും വന്നാലേ പാത്രങ്ങൾ ഒലിച്ചൊക്കെ ഫുഡ് വെച്ചിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കുക ചെടി തോന്നുന്നുണ്ട്. കത്തി കുത്തി വെക്കണേന്ന് തോന്നുന്നുണ്ട് അല്ലേ ഷെബു. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ കണ്ടോ. ഇത് നമ്മളെ വീട്ടിലത്തെ കട്ടിംഗ് ബോർഡ് കേട്ടോ, നമ്മളിവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയത് തന്നെയല്ലേ. കണ്ടോ ആ പാത്രങ്ങളൊക്കെ ഒന്ന് മൂറി വെച്ചടി, എന്തായാലും അഴുക്കായി കിടക്കുന്നുണ്ട്. കണ്ടോ ലൈറ്റുകൾ കണ്ടോ, ഹാങ്ങിങ് ലൈറ്റുകൾ. ഈ ഒരു ഹാള് അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. ഈ ഒരാൾ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ ചെയ്ത്. ആ സോഫേൻ്റെ കളറും അടിപൊളി. പിന്നെ ഇവിടെ ഒരു ടി വി, മറ്റേ പ്രൊജക്ടറിൻ്റെ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ടോ അടിപൊളിയായിട്ട് ഉണ്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ റൂമിൻ്റെ അളവ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതേമാതിരി സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഒരു വിസിറ്റിംഗ് ഹാള് എത്രത്തോളം യൂസ്ഫുൾ ആക്കാം എന്നുള്ളതാണ് ഇതിലൊരു കാണിച്ചിട്ടുള്ളത് അല്ലേ. ഒരുവിധം ഫോട്ടോസും കാര്യങ്ങളും. പക്ഷെ അതൊന്നും നമ്മളെ വീട്ടിൽ കുട്ടികളിലാവുമ്പോൾ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഇത്രത്തോളം ഭംഗിയാക്കി സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. വലിയ ടി വി. ഇതും ഓരോ ടാഗ് കൊടുത്തിട്ട് കണ്ടോ നിങ്ങൾ, ഓരോ ടാഗ് ഉണ്ട് കണ്ടോ. ഇതിൻ്റെ വിലയാണ് 6352 ഈ ഒരു ടാഗ് തൂക്കി ഇതിൻ്റെ വില കേട്ടോ, ഇതിൻ്റെ വില മാത്രം. അതേമാതിരി ഈ ഒരു ബോക്സിൻ്റെ വിലയാണ് 69 റിയാൽ. കാരണം നമ്മൾ ആൾക്കാരോട് പ്രൈസ് ചോദിച്ച് നടക്കൊന്നും വേണ്ട കണ്ടോ. ഈ ഒരു ലൈറ്റിൻ്റെ വിലയാണ് 329 റിയാൽ. ഇനി നമുക്ക് വലിയ ചെയറാണെങ്കിൽ അത് മീൻസ് ഇപ്പം നമുക്ക് ഈ ടേബിളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 3999 റുപ്യ. ഈ നമ്പർ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് താഴത്ത് പോയി കഴിഞ്ഞാൽ ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾക്ക് സെൽഫായിട്ടത് ഫിറ്റ് ചെയ്യാം അല്ല ഷെബോ, സെൽഫായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം അല്ലേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു സെക്ഷനാണ് നമ്മളെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മളെ നമ്മൾ റൂം മാറിയപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ അവിടെ വന്ന് നോക്കീനി. പക്ഷേ ഭയങ്കര പ്രൈസ് ആയിരുന്നു. 6 ചെയറിനില്ല ഷെബോ അത് നമ്മൾ നോക്കിയപ്പോൾ 6 ചെയറിനൊക്കെ നല്ല പ്രൈസ് അല്ലായിരുന്നോ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് അന്ന് നമ്മളെ റൂമിൽ കിട്ടി.
ഇഷ്ടമായോ കുഞ്ഞാ? ഇത് ഫുള്ള് ഡൈനിങ് ടേബിൾ ഏരിയ ഉണ്ടോ ഉണ്ടോ. ഇവിടുത്തെ പാത്രങ്ങളും ഐറ്റംസും ഒക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും കേട്ടോ. ക്വാളിറ്റിക്ക് ഇവിടെ ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷെ ക്വാളിറ്റിക്ക് ഒരു കമ്മിയില്ലല്ലോ ഇവിടെ. നല്ല ഐറ്റംസ് ആയിരിക്കും. ബാ ചെറുതെറ്റിയാ 10 രൂപ വരുന്നേ അല്ലേ? ഷെബുവിന് ഇങ്ങനത്തെ കിച്ചൺ അത്രേ ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇതുപോലെ സെൻറ്ററിൽ ഫുഡ് കഴിക്കാല്ലേ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഫ്രിഡ്ജാണ് ആടി അങ്ങനെ ഫ്രിഡ്ജാണതേ. അല്ല ഫ്രിഡ്ജും അതിൻ്റെ കൂടെ സെൽഫും. ഇത് ഫ്രിഡ്ജാണ്, പക്ഷെ ഒരേ കളർ ഡിസൈൻ ചെയ്തേക്കാണ്, അറിയണില്ല എന്ന് തന്നെ ഉള്ളൂ അല്ലേ? കണ്ടോ ഫ്രിഡ്ജാട്ടത്. ഫ്രിഡ്ജും സെൽഫൊക്കെ പാടെ ഒരേ കളർ തീമിൽ ചെയ്തതാണ്, അതുകൊണ്ട് അറിയണില്ല. കണ്ടോ ഇവർ ഇവിടെ ബോക്സ് കടുകിടാം, അതേമാതിരി കടല, അങ്ങനെ ഓരോന്നിടാം എന്ന് പറഞ്ഞാണ്ട് ഉണ്ട് അല്ലേ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരിവിടെ ഡിസൈൻ ചെയ്ത് വെച്ച ഒരു മുട്ടുസൂചി പോലും ആണെങ്കിൽ പോലും അതുപോലെ സെയിലിന് വെച്ചാൽ കേട്ടോ. അല്ലാതെ പോലെ ഇത് ചൊറുക്കിന് വെച്ചാലല്ല. നമുക്കിത് എന്തും ഇവിടെ പോലെ ഡിസൈൻ ചെയ്ത് വെച്ച എന്തും നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം. അല്ലാതെ പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചതല്ല. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് വഴി തെറ്റണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ പോലെ കറക്റ്റ് നമുക്ക് പോകേണ്ട വഴികൾ പോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. കാരണം ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ വഴി തെറ്റും. ഇത് ബെഡ്റൂം അല്ല കട്ടിലിൻ്റെ സെറ്റ് ബെഡ്റൂം സെറ്റുകൾ സെക്ഷനാണ് കേട്ടോ. ഒരേ തൂക്ക് ലൈറ്റ് നോക്കി 129 റിയാലാ കേട്ടോ. ഇതുപോലത്തെ ഒരു ലൈറ്റാണ് ഷെബുവിൻ്റെ വീട്ടിലില്ലേ അല്ലേ? കണ്ടോ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള ഇതാണ് കേട്ടോ. നാട്ടിലത്തെ എൻ്റെ ഉമ്മാനെ അങ്ങനെ കൊടുന്നാലും ഷെബോ, നമ്മളെ നാട്ടിലത്തെ ഉമ്മാനെ കൊടുന്നാട്ടല്ലോ ചിലപ്പോൾ അയക്കെ കയറിയിട്ട് വലിച്ചു അല്ലേ? കാരണം ഉമ്മാക്കൊക്കെ ആവശ്യമാകരം കണ്ടോ. ഇത് കുറച്ച് ഷെബോ റേറ്റ് കൂടുതലുമാണ്. ഒരു വലിയൊരു ഇത് ടച്ച് അല്ലേ? മറ്റേ പറഞ്ഞ ഒരു കൊട്ടാരം ഒക്കെ ഒരു ടച്ച്. വലിയ റേറ്റ് ഒന്നും ഇല്ല എന്നാലും യെസ്. ഇതൊക്കെ പാകത്ത് റേറ്റ് ഉള്ളൂ കേട്ടോ. ഒരു തുണീൻ്റെ ടൈപ്പ്. ഇതിവിടെ ഓഫീസ് റൂമിൻ്റെ ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളെ റൂമൊക്കെ ഇതേമാതിരി ഓഫീസ് ചെയർ നോക്കാൻ വേണ്ടി നമ്മളിങ്ങോട്ട് വന്നിരുന്നു. പക്ഷെ നമുക്ക് നല്ല റേറ്റ് തോന്നിയിട്ട് നമ്മളിത് പുറത്തുനിന്ന് എടുത്ത് കേട്ടോ. ചില ടൈം ഓഫർ ഉണ്ടാവും, ലക്കിൽ കിട്ടും ചില ടൈം. വാ നടക്കാം. നടന്ന് ഇപ്പോൾ നമ്മൾ പുറത്തെത്തിയിട്ടില്ല കേട്ടോ. ഓഫീസ് സെക്ഷൻ കേട്ടോ. ഫയലുകളൊക്കെ വെക്കാനുള്ള ബോക്സ് കാര്യങ്ങളൊക്കെ. ഞാൻ മോനെ ഷെബു ഗെയിമിങ് റൂമൊക്കെ ഷെബു ഇത് ഫസ്റ്റാണ് ഐക്കിയിൽ ഞങ്ങൾ ഇതുവരെ വന്നപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഓപ്പൺ ആക്കി ഗെയിമിങ് റൂം. ഗെയിമിങ് വാവ് ഓക്കെ പച്ചോനെ ഗെയിമിങ്ങിൻ്റെ ഗെയിംസ് ഗെയിംസിൻ്റെ ഇതുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ടി വിയിൽ ഫുള്ള് ഗെയിംസാണ്. ഗെയിമിങ് ചെയർ കാര്യങ്ങളൊക്കെ. വാ പോ നമുക്ക് വാങ്ങാം കേട്ടോ. വാ നടക്കാം. ഈ ഒരു ലൈറ്റാണ് നമ്മൾ ഷെബുവിൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കണ്ടോ യെസ്, ഷെബുവിൻ്റെ വീട്ടിൽ ഹോം ടൂർ കണ്ടവർക്ക് അറിയാം. കണ്ടോ ഓ വാങ്ങട്ടെ ഇറങ്ങ്. വാ പോര് വാങ്ങാ വാ. ഷെബു പോയി. കുട്ടികളെ റൂമുണ്ടെങ്കിൽ പ്രത്യേക ഒരു തീമിൽ ആകാശത്തിലെ തീമിലാട്ടത് സെറ്റ് ചെയ്തിരിക്കണേ കണ്ടോ. വാ അടിപൊളിയില്ലേ ഷെബു? ഓനെന്താ എവിടെയാണ്? വാ അതിനുള്ളിൽ കയറി കുത്തുന്ന കൈ സ്പേസ്ഷിപ്പ് കണ്ടോ. ഇത് കുട്ടികളെ ബെഡ്റൂമാട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നടന്ന് കുഴങ്ങി പുറത്തിറങ്ങുമ്പോൾ ഇതിന് മുകളിലാണ് ഫുഡ് കോർട്ട് ഉള്ളത് കേട്ടോ. ഇനി ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കട്ടെ.
എന്നിട്ട് വാ കുഞ്ഞാ. നമ്മൾ ഇവിടെ നിന്ന് ട്രോളി ഒരു ട്രൈ എടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യും പപ്പ വരട്ടെ നടന്നാണ്ട്. ഇനി ഇഷ്ടമുള്ളത് ഇങ്ങനെ എടുക്കുക, അവിടുന്ന് ക്യാഷ് കൊടുക്കുക. ആ ഞാനും ഐക്കിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കണ ഫസ്റ്റാ. നല്ല ടേസ്റ്റി ഐറ്റംസ് ഉണ്ട്. അതിന്റെ പ്രൈസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്രയാണ് പ്രൈസ്? അവിടെ ആയിരിക്കുന്ന ഇതാടി 15 റിയാല്. നടക്ക് എടുത്ത്. ആ യെസ്, നമ്മളിങ്ങനെ എടുക്കുക, അവിടെയാണ് ബില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഒരു ബൊഫേ സർവീസ് തന്നെ അല്ലേ? പിന്നെ നമുക്ക് വേണ്ട ഇവിടെ ഐറ്റംസ് ഫ്രഷ് ഉണ്ട് കേട്ടോ. നമ്മളെടുക്കതിന് ഇതിപ്പോൾ ഏതോ ഒരു സൗദി എടുത്തുവെച്ച് പോയതാ. അതും പെപ്സിൻ്റെ എടുത്താണ് കുത്തിരിക്കണേ. പിന്നെ ഒരു തൊയിരമല്ല, അതിന് പെപ്സി വേണം. മാറ്, ഇവിടെ സ്ഥലമല്ല. എൻ്റെ അമ്മച്ചി എന്തൊക്കെയാ എടുത്ത് കൂട്ടിയിരിക്കണേ. എന്തൊക്കെയാടി ഇത്? ഫുള്ള് പരീക്ഷണ വസ്തുക്കളാണ്. നടക്ക്, അതിലാ പോയേക്ക. അവിടെ എന്തെങ്കിലും കോള വെക്കിയിട്ട് അപ്പുറത്ത് അതിൻ്റെ ലൈമട്ടിയെ മിക്സ് ആകാൻ പറ്റൂല. ഒരു കോള ചെയ്തൊക്കെ പറഞ്ഞു മിക്സ്. നടക്ക്, ഇനിയിപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒരു ടേബിൾ പോയി ഇരിക്കാവാ. നമ്മൾ ഐക്കിയിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിൽ പോലെ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണേ. നമ്മൾ ഫസ്റ്റ് തന്നെയല്ലേ ശുഭോ? ആദ്യമായിട്ടാട്ടോ. എടി ഓനെ വിളിക്കടി, നോക്കടിയോ, കൊടുക്കടിൻ്റെ കുട്ടിക്ക്. ഫുഡ് കോർട്ടും അടിപൊളിയാട്ടോ ഇവിടുത്തെ. ഇവിടെ നേരെ താഴത്തേക്ക്. ഫുഡ് രസം ഉണ്ടായിരുന്നില്ലേ? എന്തിനാ ഈ വീണ്? ഫുഡ് അടിപൊളിയായിരുന്നു, സൂപ്പർ. സമയം 5:38 അപ്പൊ ഇവിടെ കയറിയതാടി. ഇതിന്റെ താഴത്താണ് പാത്രങ്ങളും കാര്യങ്ങളും ലൈറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ? ആ, ഇവിടെ താഴത്താണ് പാത്രങ്ങളെ സെക്ഷനും നമുക്ക് ആവശ്യമുള്ളതൊക്കെ കേട്ടോ. ഇത് വേസ്റ്റ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ചെടികൾ വെക്കാം. പക്ഷെ ഇപ്പം എന്തിനാടി വേസ്റ്റ് ബോക്സാ? ബാ, ഈ സെക്ഷനാണ് നാട്ടിലത്തെ എൻ്റെ ഉമ്മാൻ്റെയും ഷെബുവിൻ്റെ ഉമ്മാൻ്റെയും എല്ലാ വീട്ടിലത്തെ ഉമ്മാരെയും സെക്ഷന്. ഫുള്ള് പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ ആയിരിക്കും. ആ കിടക്കണ മുഴുവൻ പ്രൈഫാനാണ്. താഴത്തെത്തിയപ്പോൾ നമ്മൾ കൊട്ടെടുത്തു. കൊട്ടയിൽ സാധനങ്ങൾ നിറയിൽ തുടങ്ങി. നടക്ക്, കല്ലാനൊക്കെ കഴിഞ്ഞാൽ തലക്ക് ആവശ്യം വന്നല്ലേ? നമ്മൾ മുകളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് എത്തിട്ടോ. ഇനി താഴത്തു നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് എത്തണമെങ്കിൽ നല്ലോണം സമയമെടുക്കും. ഇതിൽ എന്തെങ്കിലും ഐറ്റംസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ ഇതിൻ്റെ ഒക്കെ വെയിറ്റ് അറിയോ? നിങ്ങൾക്ക് അറിയോ? ഇത് വെയിറ്റ് ഇല്ല. കാരണം നമ്മൾ പ്രാവശ്യം എടി നമ്മൾ ഉമ്മാക്ക് കൊണ്ടില്ല ഇങ്ങനത്തെ കടായി ചട്ടിയാണ് നാടത്ത് ഉമ്മാക്കി നമ്മൾ കൊണ്ടുപോയിട്ടത്. അവിടെ മുഴുവൻ അങ്ങനെ പൊട്ടുന്ന ഐറ്റാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മരങ്ങളായിട്ടാണ് കേട്ടോ. കണ്ടോ, സെക്ഷനുകളാണ്. മരത്തിൻ്റെ ട്രേ. ഇവിടെ ഇരിക്കണേ. ഞാൻ ഇവിടെ ഇരുന്നു പപ്പൻ്റെ മോനെ. പപ്പാക്ക് ഇങ്ങനെ ഉണ്ടാനോ? പപ്പ ഉണ്ടുള്ള പപ്പ ഉണ്ടൂല. പി ആ, ഓനതിൽ കയറിയോ? പപ്പൻ്റെ പൊന്നിൻ്റെ സീറ്റിൽ ഓൻ കയറിട്ടാ.
ഇവിടെ നമ്മളെ വാഷ് ബേസ്, ഇതിൻ്റെ ബാത്റൂം അല്ലേ, ബാത്റൂം വാഷ് ബേസ് മൊത്തത്തിലെ സെറ്റിങ് കണ്ടോ, അടിപൊളിയായിട്ട് ബാത്റൂമാണ് കിടക്കുന്നത് അവിടെ. ബാത്റൂം ടവൽസ്, വേസ്റ്റ് പിന്നെ ചെറുതില്ലേ, അന്ന് നമ്മളിത് കണ്ടില്ല. വാ, നമ്മൾ റൂം എടുത്തപ്പോൾ വേറെ ഏതോ ഒന്ന് വാങ്ങി. നമ്മൾ ഓൺലൈനിൽ അല്ലല്ലോ വാങ്ങി, ഇവിടെ നിന്ന് തന്നെ വാങ്ങി, ഇവിടെ നിന്ന് തന്നെ വാങ്ങി, വേറെ ടൈപ്പ്. ഉണ്ടോ? നമ്മൾ ബാത്റൂമിലേക്കല്ലേ ബ്രഷാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന വാങ്ങിയത് കേട്ടോ. നമ്മളെ പുതിയ റൂമൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. വൈറ്റും ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. കണ്ടോ, ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, 149. അപ്പോൾ നമ്മളിതങ്ങനെ എൻട്രി ചെയ്തിപ്പോൾ ലൈറ്റിലൂടെ മായാലോകത്തേക്കാട്ടോ. കണ്ടോ, പലതരം എന്തടി ഒരു സാധനം, ചെറിയൊരു ബൾബിന് 200 റിയാൽ. എന്താടി ബൾബിനല്ലേ, ഇതിന് 30 ഉള്ളൂല്ലേ. ഇതിൽ എന്തിന് ഉണ്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് ഫുൾ ഹാങ്ങിങ് ലൈറ്റാളാട്ടോ. വാ, ഏതിന്? ആ കമ്പിക്ക് മാത്രം അടി. 40 റിയാൽ ഈ കമ്പിക്ക് മാത്രം. 99 ലൈറ്റിനായിരിക്കും. കമ്പിക്ക് 40 റിയാലുണ്ട്. പലതരം ഹാങ്ങിങ് ലൈറ്റുകളാണ്. വാ, അപ്പോൾ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ചവിട്ടികളും കാർപ്പറ്റുകളും കേട്ടോ. കണ്ടോ, പലതരം ഗിഡ്സിൻ്റെ കാർപ്പറ്റ് ഉണ്ട്. ഇതിനോട് കണ്ട ചവിട്ടി. ഓ, കുഴങ്ങിയോ? നടന്ന് കുഴങ്ങിട്ടോ, അല്ലെങ്കിൽ ലോകാട്ടതില്ലേ ചവിട്ടി. പക്ഷെ ഇപ്പോൾ നമ്മൾ രണ്ടാളും ഉന്തിക്കൊണ്ടാവും. നിങ്ങളുടെ ട്രോളി ഉണ്ടെങ്കിൽ സുഖേനല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സീനറികളും കാര്യങ്ങളും കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസാണ് കേട്ടോ. ക്ലോക്കുകൾ ഫുള്ള് സീനറി കാര്യങ്ങളൊക്കെ. അടിപൊളിയൊരു മിറർ നോക്കി, 125 റിയാൽ കേട്ടോ. ഇത് നമ്മളെ ഹാളിലൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു മിറർ. വാ, സൂപ്പർ മിററൊക്കെ. ഷെബ് എനിക്ക് നല്ലോണം പറ്റി. നേരമൊക്കെ എനിക്ക് പറ്റിയില്ല. എങ്ങനത്തെ? ഞാൻ കാണിച്ച മിറർ ഷെബുവിന് പറ്റിയില്ല കേട്ടോ. ഷെബുവിന് ഈ മിറർ അത്ര പറ്റി. ഇതിപ്പോൾ നമ്മളെ പുതിയ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. 99 റിയാൽ കേട്ടോ. ഒറ്റ പീസിന് 99 ഷെബു. പഠിച്ചോൻ, ഒറ്റ പീസിന് 99 റിയാൽ കേട്ടോ. നമ്മളെവിടെ നിന്ന് വാങ്ങി? അയക്കും തന്നെ. ഓ ഒരു ബോക്സിൽ 10. ഞാൻ ഒരു ഒറ്റ പീസിനാണ് എഴുതിക്കുന്നത്. ഒരു ബോക്സിൽ 10 അല്ലേ, അതിന് 99 റിയാൽ. അപ്പോൾ കുഴപ്പമില്ല. ഇവിടെയൊക്കെ മിററാണ്. ഇനി പല മോഡലിൽ പല ഐറ്റമിൽ മിററുകൾ. ഇനിയിപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ മെഴുകുതിരി ഇല്ലെങ്കിൽ സങ്കടപ്പെടണ്ട. ഇത്രയും വലിയൊരു കുറ്റി മെഴുകുതിരി ഉണ്ട്. അത് വെക്കാല്ലേ സാധനങ്ങളും ഇതാക്കണ്ടോ. ഇതൊക്കെ മെഴുകുതിരികളാണ് ഈ കാണുന്നത് മുഴുവൻ. ഇതൊക്കെ ഇവിടെ ഭംഗിക്ക് യൂസ് ചെയ്യണ ഐറ്റംസാണ്. ഒരു ലോകം തന്നെ മെഴുകുതിരിയാ ഷിബു. അവിടെ ഷിബു ഒരു ലോകം തന്നെ മെഴുകുതിരിയാ. ഞാൻ പപ്പ ഇറ്റ് പോയിട്ടില്ലല്ലോ. പപ്പ ഒറ്റക്ക് ഇറ്റ് പോയിട്ടൊന്നുമില്ല. പപ്പ വെറുതെയാണ്. ഫ്ലവറുകൾ. ഇനി കുറച്ച് ഫ്ലവർ കാണാം നമുക്ക്. കണ്ടോ, ഇനി കുറച്ച് ഫ്ലവേഴ്സ് കാണാം ഷിബു. ഫ്ലവറുകൾ കാണാനില്ലേ. അങ്ങനെ പിടിച്ച് വലിക്കണേ.
ഫ്ലവറുകൾ വെക്കാനില്ലേ കൂജകളും. പക്ഷെ ഇപ്പോൾ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇന്നാട്ട് അയക്കുക കാണുന്നത്. മറ്റേത് നമ്മൾ വരിക നമ്മളെ ഐറ്റംസ് നോക്കി എടുത്തുക മണ്ടല്ലേ. പൊന്നോ ഞാൻ കുഴങ്ങിയിട്ട് സത്യം പറഞ്ഞാലും നടന്ന്. എന്തിനാടി സമാധാനം കിട്ടിയില്ലേ? ഞാൻ കിട്ടണ എനിക്ക് നല്ല അല്ല കേട്ടോ. നടക്ക് നദീം ഈയാണ് പറഞ്ഞിട്ട് ഇത്ര കൊടുത്താലോ ഈ സാധനം. ഓ എത്തിയടി പുറത്തേക്ക് എത്തിയാക്കണ്. പുറത്തേക്ക് ഇറങ്ങാട്ടെ നമ്മളിഞ്ഞു. നല്ല ഫ്ലവറുകൾ. വാ അപ്പോൾ അതാക്കണേ നമ്മൾ ഫൈനലി നമ്മളിതിൻ്റെ പുറത്തേക്ക് എത്തിയിട്ടോ. ഇതാണ് ഇതിൻ്റെ ഗോഡൗൺ എന്ന് പറയുന്നത് മക്കളെ. ഒരു ലോകാണ് കണ്ടോ. ഇപ്പം നമ്മൾ ആ കണ്ട സാധനങ്ങൾ മുഴുവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ നമ്പർ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം കേട്ടോ. കണ്ടോ അതിനോരോ കൗണ്ടർ നമ്പറുകളുണ്ടാവും. ഇവിടെ ഇതേമാതിരി ബോക്സ് ആക്കി കൊടുത്തേക്കും. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ ഇത് ഒരുമിച്ച് ഉന്തിക്കുക രണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ഗോഡൗൺ വരുന്നത് കേട്ടോ. ഓരോ നമ്പർ കൊടുത്തു കേട്ടോ. ആ നമ്പറിനനുസരിച്ചിട്ട് നമ്മളത് പർച്ചേസ് ചെയ്താൽ ഇവിടെ ഉണ്ടാവും നമ്പർ. കണ്ടോ 9, 11, 13, 17, 10 കണ്ടോ 4, 2 എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇറങ്ങലഞ്ഞു എല്ലാം വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ആക്കണേ ഇരുട്ടായിട്ടോ മൊത്തം. ശരിയോ പുറത്തിറങ്ങിയപ്പോൾ സമയം 6 മണിയായിട്ടോ. സൗദി അറേബ്യക്ക് രാത്രി ഒരു പ്രത്യേകതര ഭംഗിയാട്ടോ. ഓടലെ വണ്ടി. അപ്പോൾ അതാ ഇനി നമ്മൾ വീട്ടിൽ പോവാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഐക്യൻ്റെ ഒരു ഉൾഭാഗം ഐക്യ എക്സ്പ്ലോറിങ് ചെയ്യല്ലോ ഷെബു. കാരണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്. പിന്നെ ഷെബു ഒക്കെ പറയണ മാതിരി തന്നെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒക്കെ പാടെ വാങ്ങിക്കൂട്ടണം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പ്രൈസ് ചില ടൈമിൽ നല്ല ഓഫർ ഉണ്ടാവില്ല ഷെബു. അപ്പോൾ നമ്മൾ ഓഫറിൽ ഇല്ലതിനനുസരിച്ചിട്ട് ഇങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കാണാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. നമ്മളിപ്പോൾ എറണാകുളം ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും സാധനങ്ങൾ വാങ്ങൂലല്ലോ. നമ്മൾ ലുലു മാൾ കണ്ടുപോരല്ലേ. അതേമാതിരിയാണ് ഞങ്ങൾ ഇതിനുള്ളിൽ ഇങ്ങനെ എത്ര നേരം നടന്നിട്ട് ഒരു ചെറിയൊരു ഐറ്റംസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോരുക. ആരാ വിളിക്കണേ? ഉപ്പ വിളി തുടങ്ങിയിരിക്കണ്. കാരണം സമയം 6 മണിയായിക്കണ്. അപ്പം നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ ഈ ഐക്യ എക്സ്പ്ലോറിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. അതേമാതിരി ഇവിടുത്തെ ഓരോന്നൊക്കെ നമ്മൾ ഇതേമാതിരി എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അല്ലേ, നിങ്ങളിലേക്ക് എത്തിക്കണ്ട് ഇത് കാണാൻ പറ്റാത്തവർക്ക്. അപ്പോൾ ഓക്കെ, ബൈ.